നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി നോക്കാം. ഉച്ചവാർത്തയിൽ ആദ്യം ഹെഡ്ലൈൻസ്. മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ കേസെടുത്ത് ഇഡി. ഫെമ നിയമപ്രകാരം കേസെടുത്തത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ. കേസ് വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിനും നീക്കം. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ആഘോഷ നിറവിൽ സംസ്ഥാനം. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മാനവികതയുടെ സന്ദേശം മനുഷ്യഹൃദയത്തിലെത്തിച്ച പ്രേരക ശക്തിയായിരുന്നു ഗുരുദേവനെന്ന് സ്പീക്കർ. അയ്യങ്കാളി ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. വെള്ളയമ്പലം അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മന്ത്രി കെ എ തുളസി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കാണാതായവരിൽ പൊന്നാനി തൃക്കാവ് സ്വദേശികളായ കുടുംബവും. കാണാതായത് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരായ ശ്രീധരനെയും കുടുംബത്തെയും. മരിച്ചവരുടെ എണ്ണം 400 കവിഞ്ഞു. 290 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500ഓളം പേരെക്കുറിച്ച് വിവരമില്ല. കാണാതായവരിൽ 33 മലയാളികളും. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് വിദേശത്തുണ്ടെന്ന പ്രചരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം. മുന്നിലുള്ളത് അഭ്യൂഹങ്ങൾ മാത്രമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇന്റർപോളുമായി ബന്ധപ്പെട്ട് നിജസ്ഥിതി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി. സുകുമാരക്കുറുപ്പിന് രാഷ്ട്രീയ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കട്ടെ എന്ന് മന്ത്രി കെ മുരളീധരൻ. വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സാമൂഹ്യ പ്രവർത്തകൻ സണ്ണി എം കബിക്കാട്. പരാമർശത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൈവങ്ങളെ ഒരിക്കലും മോശമായി ചിത്രീകരിക്കരുതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. യുവേഫ ചാമ്പ്യൻഷിപ്പ് മത്സരക്രമമായി. മത്സരങ്ങൾ സെപ്റ്റംബർ 8 മുതൽ. മത്സരിക്കുന്നത് 36 ടീമുകൾ. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന വാഗ്ദാനത്തിൽ കൂടുതൽ നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഫെമ നിയമപ്രകാരം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ കേസെടുത്തു. വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ട നടപടിയിലാണ് കേസ്. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ക്രമക്കേടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകളിൽ GST തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തിന് പുറമെയാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുന്നത്. നിലവിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം കണ്ടെത്തി കേസെടുത്തിട്ടുള്ളത്. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് ഇഡിയുടെ നടപടി. GST വകുപ്പിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്. 126 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉടമകൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഈ പണം എങ്ങനെയാണ് വിദേശത്തേക്ക് അയച്ചതെന്നും സാമ്പത്തിക സ്രോതസ് എന്തെന്നുമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള സമ്മതപത്രം, സ്പോൺസർഷിപ്പ് രേഖകൾ എന്നിവ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള നടപടികളും ഇഡി ആലോചിക്കുന്നുണ്ട്. ഇതിന് സംസ്ഥാന ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാന സർക്കാരിന്റെ പണം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നിലവിൽ പുതിയ സർക്കാർ നടത്തുന്നുണ്ട്. അതേസമയം 126 കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് GST വകുപ്പ് സമാന്തര അന്വേഷണവും നടത്തുന്നുണ്ട്. 22 കോടി രൂപ GST അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചാനൽ ഉടമകൾക്ക് വകുപ്പ് കത്തും നൽകിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. 172ാമത് ശ്രീനാരായണ ഗുരു ജയന്തി സമ്മേളനം ശിവഗിരിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ രാവിലെ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. മന്ത്രി എം ലിജു, അടൂർ പ്രകാശ് MP, വി ജോയ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവിന്റെ കൃതികൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ദൈവദശകത്തിലെ വരികൾ പ്രാർത്ഥന ആലാപനമാക്കണമെന്നും സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടു. ഇക്കാര്യം നിയമസഭയിൽ സമ്മേളനത്തിൽ സബ്മിഷനായി താൻ അവതരിപ്പിക്കുമെന്ന് വി ജോയ് MLA ഉറപ്പു നൽകി. വൈകിട്ട് ചെമ്പഴന്തിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. മലയാളി സമൂഹത്തിൻ്റെ മഹിമയാർന്ന ചിന്തയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നത് ചരിത്രം അറിയാവുന്നവർ പരക്കെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച മധ്യകാല കേരളത്തെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഇടമാക്കി മാറ്റിയ ചാലക ശക്തിയായിരുന്നു ഗുരുദേവൻ. മനുഷ്യനെ അശുദ്ധ വസ്തുവായി കരുതിയിരുന്ന അവസ്ഥ മാറ്റി മാനവികതയുടെ സന്ദേശം മനുഷ്യഹൃദയത്തിലെത്തിച്ച കേരള സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ പ്രവക്താവായിരുന്നു ശ്രീനാരായണ ഗുരു. ഗുരുവിൻ്റെ ഈ വിശ്വദർശനം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല.
സ്കൂൾ കോളേജ് പാഠ്യപദ്ധതിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിന് കാര്യമായിട്ടുള്ള യാതൊരു വിധമായ പ്രാധാന്യവും ഇതുവരെയും കൈവന്നിട്ടില്ല. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശിവഗിരി മഠത്തിൽ നിന്ന് ഞങ്ങളൊരു നിവേദനം സമർപ്പിച്ചു. ആ നിവേദനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഗുരുവിൻ്റെ ചലകൃതികളൊക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിൽ പക്ഷേ അതിന് തുടർച്ചയുണ്ടായില്ല. ഞങ്ങൾ ശിവഗിരി മഠത്തിൽ നിന്നും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, ഗുരുദേവൻ്റെ കൃതികൾ പാഠ്യപദ്ധതിയിൽപ്പെടുത്തണം. മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജയന്തി ആഘോഷം വിവിധയിടങ്ങളിൽ നടക്കുകയാണ്. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ അയ്യങ്കാളി സ്ക്വയറിൽ രാവിലെ മന്ത്രി കെ എ തുളസി പുഷ്പാർച്ചന നടത്തി. മന്ത്രി കെ മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് നടക്കുന്ന അയ്യങ്കാളി ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ റാലികളും നടന്നു. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് വിദേശ രാജ്യത്തുണ്ടെന്ന പ്രചരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം ആരംഭിച്ചു. ഇന്റർപോളിന് ഉടൻ കത്ത് നൽകും. അതിനു മുൻപ് ക്രൈംബ്രാഞ്ച് മേധാവിയും സംസ്ഥാന പോലീസ് മേധാവിയും തമ്മിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തും. രൂപസാദൃശ്യമുള്ള ആളുടെ ഫോട്ടോ, ഇന്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെയുള്ളവയിൽ വ്യക്തത തേടാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ അന്വേഷണ സംഘം പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല. എങ്കിലും പ്രചരണത്തിന്റെ വാസ്തവം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് സുകുമാരക്കുറുപ്പ് തിരോധാനം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പൊടി തട്ടിയെടുത്തെങ്കിലും കേസിനെ കുറിച്ച് തുമ്പില്ലാത്തതിനാൽ അവസാനിപ്പിക്കുകയായിരുന്നു. അതേസമയം സുകുമാരക്കുറുപ്പ് വിദേശ രാജ്യത്ത് ഉണ്ടെന്ന പ്രചരണത്തെക്കുറിച്ച് ഉള്ളത് അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പോലീസ് ഇന്റർപോളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. 40 വർഷത്തോളമായ കേസിൽ ഇനി എന്ത് പൂഴ്ത്തിവെക്കാനാണുള്ളതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസാണ്. ഇതൊരു LP കേസാണ്, ലോൺ പെൻഡിങ് കേസാണ്. അപ്പോൾ ഞാൻ ADGP ക്രൈംബ്രാഞ്ച് ശ്രീ വെങ്കടേഷിനോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനായി പറഞ്ഞിട്ടുണ്ട്. അത് കേരള പോലീസ് ഇന്റർപോളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ നമുക്കുള്ള അഭ്യൂഹങ്ങളാണ് ഉള്ളത്, ഇതിൻ്റെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇതിൻ്റെ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നോട് വളരെ പ്രധാനപ്പെട്ട ചില പത്രപ്രവർത്തകരും എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അതേസമയം സുകുമാരക്കുറുപ്പിന് രാഷ്ട്രീയ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കട്ടെ എന്ന് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതില്ലേ എന്നും മുരളീധരൻ ചോദിച്ചു. ഇല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ. എങ്ങനെ ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചൊരു ഗവേഷണം നടത്താൻ ഇതൊക്കെ സഹായിക്കും. അങ്ങനെ കണ്ടുകിട്ടുകയാണെങ്കിൽ നല്ല കാര്യമാണ്. കാരണം ഏതാണ്ട് 84 മറ്റാണല്ലേ കാണാണ്ടായത്. ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ എങ്ങനെ ഇത്രയും കാലം ശാസ്ത്രീയമായിട്ട് ഒളിവിലിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുന്നത് നല്ലതാണ്. കണ്ടുകിട്ടിയാൽ നല്ല കാര്യം. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സഹായമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമോ? അല്ല, അതുണ്ടെങ്കിൽ പുറത്തു വരട്ടെ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കാണാതായവരിൽ പൊന്നാനി തൃക്കാവ് സ്വദേശികളായ കുടുംബവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരായ പൊന്നാനി തൃക്കാവ് ഈശ്വർ നിവാസിൽ ഈശ്വർ അയ്യരുടെ മകൻ ശ്രീധർ, ഭാര്യ രൂപ, ഇവരുടെ മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. നേപ്പാളിലെ സരോവർ സന്ദർശിക്കുന്നതിനായാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇവർ ഓസ്ട്രേലിയയിൽ നിന്ന് നേപ്പാളിലെത്തിയത്. അരവിന്ദനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദൻ, ഈ ദാരുണമായൊരു സംഭവമാണ് നേപ്പാളിൽ ഉണ്ടായിരിക്കുന്നത്. ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലുമൊക്കെ പുറത്തു വരുന്നത്. ഈ കുടുംബം ഇവരുമായി അവസാനം ബന്ധപ്പെട്ടത് എപ്പോഴാണെന്ന് പറയുന്നുണ്ടോ? ഈ നാട്ടിലുള്ളവരെന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? മായ, ഇവർ മാസങ്ങളായി ഓസ്ട്രേലിയയിൽ താമസക്കാരാണ്. ഇതിൽ ഇവരുടെ മക്കൾ, ശ്രീധരൻ്റെ മക്കൾ 2 പേരും അവിടെ ഓസ്ട്രേലിയയിൽ മെഡിസിൻ പഠിക്കുകയാണ്. അവർക്കൊക്കെ അവിടെ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പുമുണ്ട്. എന്തായാലും ഇവർ ദിവസങ്ങൾക്ക് മുൻപാണ് സരോവർ കാണുന്നതിനായി ഇങ്ങോട്ട് നേപ്പാളിലേക്ക് പോയത്. 3 ദിവസം മുൻപാണ് പൊന്നാനിയിലുള്ള ബന്ധുക്കളുമായി ഇവർക്ക് സംസാരിക്കാനായത്. 3 ദിവസം മുൻപ് സംസാരിച്ചിരുന്നു. ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഇവരുമായി ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പ്രളയത്തിൻ്റെ കാര്യങ്ങളൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പ്രളയം അവിടെ ഉണ്ടാവുകയും അതിനുശേഷം അവിടുത്തെ വാർത്തകൾ അറിഞ്ഞ് കുടുംബാംഗങ്ങൾ വീണ്ടും അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇതുവരെയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അവർ സുരക്ഷിത മേഖലയിൽ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ഇവിടെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം താറുമാറായതിനാലായിരിക്കാം ഒരു പക്ഷേ അവരുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തത് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ബന്ധുക്കളെല്ലാം വെച്ച് പുലർത്തുന്നത്.
സരോവർ സന്ദർശിച്ച ശേഷം പൊന്നാനിയിലേക്ക് തിരിച്ച് എത്താം എന്നുള്ളൊരു വാക്കെല്ലാം ഇവരോട് പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ഇവിടെ നിന്ന് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇവർ എല്ലാം ഉണ്ടായിരുന്നത്. എന്തായാലും ആസ്ട്രേലിയൻ ഇന്ത്യൻ എംബസിയുമായും ഒപ്പം തന്നെ നേപ്പാളിലെ ഇന്ത്യൻ എംബസിയുമായെല്ലാം കുടുംബം ബന്ധം പുലർത്തുന്നുണ്ട്. അധികൃതരുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏതു വിധേനയും ഇവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നു. എന്തായാലും കൃത്യമായുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അവർ 3 ദിവസം മുൻപ് അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയിരുന്നു എന്നുള്ള വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ബന്ധുക്കൾക്ക് ലഭിക്കുന്നില്ല. എന്തായാലും ബന്ധുക്കൾ നിരന്തരമായി അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ട്. അടുത്ത ബന്ധുക്കൾ നേപ്പാളിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ അവിടെ എത്തി കൂടുതൽ അന്വേഷണത്തിലും ഏർപ്പെടും. എന്തായാലും ഇപ്പോഴും അവർ തിരിച്ചെത്തുമെന്നാൽ അവരെ കണ്ടെത്താനാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. മായ. ശരി, എന്തായാലും ഇന്ത്യൻ എംബസിയും മറ്റ് അധികൃതരെല്ലാം തന്നെ ഈ കാണാതായവരെ 200-ലധികം ഇന്ത്യക്കാരുണ്ട്. അതിൽ 33 പേർ മലയാളികളാണ്. അപ്പോൾ ഇവരുമായൊക്കെ ബന്ധപ്പെടാൻ നിരന്തരം ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും അതൊക്കെ വേഗത്തിൽ ഫലം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടി കെ അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം നേപ്പാളിൽ ഈ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 469 മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതിൽ 288 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500 പേരെ കാണാതായിട്ടുമുണ്ട്. കാണാതായവരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 33 മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. വീണ്ടും മിന്നൽ പ്രളയത്തിന്റെ ഒരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതയിലാണ് നേപ്പാൾ ടിബറ്റൻ അതിർത്തി മേഖല. ബീഹാർ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മരുന്നും ദുരിതാശ്വാസ സാമഗ്രികളുമായി നേപ്പാളിന് അടിയന്തര സഹായം ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാൾ ടിബറ്റ് അതിർത്തി മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നദികളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതോടെ ദുരന്ത നിവാരണ സേനയും പോലീസും സൈന്യവും മണ്ണുമാറ്റിക്കൊണ്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ അടിയന്തര നടപടി സ്വീകരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട്. 300ഓളം ഇന്ത്യക്കാരുൾപ്പെടെ 1500-ലധികം പേരെ പ്രളയത്തിൽ കാണാതായിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോയ തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ 63 ഇന്ത്യക്കാരെ ഇതിനോടകം രക്ഷിച്ചു. കാണാതായ ഇന്ത്യക്കാരെ സംബന്ധിച്ച വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയവും നേപ്പാൾ, ചൈന എന്നിവിടങ്ങളിലെ ഇന്ത്യൻ എംബസിയും വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇന്ത്യയെ കൂടാതെ ഓസ്ട്രേലിയ, ബ്രിട്ടൻ, മലേഷ്യ, നെതർലാൻഡ്, പോർച്ചുഗൽ, ദക്ഷിണാഫ്രിക്ക, ദക്ഷിണ കൊറിയ, US എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയും കാണാതായിട്ടുണ്ടെന്ന് നേപ്പാൾ ടൂറിസം ബോർഡ് അറിയിച്ചു. മനസ് സരോവർ തീർത്ഥാടകരെയും കാണാതായി. വീണ്ടും പ്രളയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതയിലാണ് വടക്കൻ നേപ്പാൾ മേഖല. മുൻകരുതലിന്റെ ഭാഗമായി ഭോട്ടെക്കോശി, തൃശൂലി, നാരായണി നദികളുടെ തീരത്ത് നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചു. നേപ്പാളിനോട് ചേർന്ന് ബീഹാർ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശിലെ നദികളിൽ നിന്ന് നേപ്പാളിൽ നിന്നൊഴുകി വന്ന മൃതദേഹങ്ങൾ കണ്ടെത്തി. മരുന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമഗ്രികളും ഉൾപ്പെടെ നേപ്പാളിന് ഇന്ത്യ അടിയന്തര സഹായം ഉറപ്പാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ സാമഗ്രികളുമായി വ്യോമസേനാ വിമാനങ്ങൾ ഇന്നും നേപ്പാളിലെത്തി. ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ നന്ദി അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രതിപക്ഷ ഉപനേതൃസ്ഥാന തർക്കത്തിലെ പ്രസ്താവനകളിൽ നേതാക്കൾ മിതത്വം പാലിക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പിണറായിയുടെ പരാമർശം മുൻപുണ്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വന്നതാണെന്നും TP രാമകൃഷ്ണൻ കൊച്ചിയിൽ പ്രതികരിച്ചു. ഉപനേതൃത്വ പദവി മുൻകാലങ്ങളിൽ CPM വഹിച്ചിട്ടുണ്ട്. അതിവിടെ മാറ്റം വരുത്താൻ ഇടയും തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പുതിയ തർക്കം CPM ഉന്നയിച്ചു. അത് പരസ്പര സംഭാഷണത്തിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരാം. ആരെല്ലാം എന്ത് അഭിപ്രായങ്ങൾ പറഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ നിലപാട് ഉയർന്നു നിൽക്കുകയാണ്. കഴിഞ്ഞ 3 മാസമായി പാർട്ടി നിശ്ചലമാണെന്നും KPCC പ്രസിഡന്റിനെ നിയമിക്കേണ്ടത് അനിവാര്യമാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതേസമയം UDFന്റെ വിജയത്തിലെ തന്റെ പങ്കിനെക്കുറിച്ചുള്ള അൻവറിന്റെ അവകാശവാദം മുല്ലപ്പള്ളി തള്ളി. പിണറായിക്കെതിരെയുള്ള വികാരവും കോൺഗ്രസ് പ്രവർത്തകരുമാണ് UDFന്റെ വിജയത്തിന് പിന്നിലെന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു. KPCC അധ്യക്ഷനെ എത്രയും പെട്ടെന്ന് നിയമിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം 101 ദിവസമായി ഗവൺമെൻറ് അധികാരമേറ്റെടുത്തിട്ട് ഈ കഴിഞ്ഞ ഏതാണ്ട് 3 മാസക്കാലമായി കേരളത്തിലെ കോൺഗ്രസ് ഏറെക്കുറെ നിശ്ചലമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഒരു പ്രസിഡന്റിന് വേണം. ഒരു മുഴുവൻ സമയ പ്രസിഡന്റാണ് വേണ്ടത്. ഞാൻ ഇവിടെ വെച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വോക്ക് പ്രസിഡന്റ് അല്ല വേണ്ടത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കാര്യം ഗൗരവത്തോടുകൂടി പരിഗണിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ ഡൽഹിയിലുള്ളത്. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് കേസിൽ വീണ്ടും ട്വിസ്റ്റ്. പുറത്തുവന്ന ചിത്രം സുകുമാരക്കുറുപ്പിന്റേതല്ലെന്ന് ബന്ധുക്കൾ. കരിമത്ര സ്വദേശി ദാമോദര മേനോന്റേതാണ് ചിത്രമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ദാമോദര മേനോന്റെ സഹോദരൻ ഗംഗാധര മേനോൻ ചിത്രം തിരിച്ചറിയുകയും ചെയ്തു. ശബരിമല അയ്യപ്പനെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ദളിത് ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ സണ്ണി എം കബിക്കാട്. അയ്യപ്പനെയോ മാളികപ്പുറത്ത് അമ്മയെയോ അധിക്ഷേപിച്ചിട്ടില്ല. തെറ്റായ ഒരു വാക്ക് തന്റെ ഭാഗത്ത് നിന്ന് വന്നു, അത് പറയരുതായിരുന്നു. കേസിനെ നിയമപരമായി നേരിടുമെന്നും സണ്ണി എം കബിക്കാട് പറഞ്ഞു. സണ്ണി എം കബിക്കാടിന്റെ വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ടെന്നും പരാതികളിൽ കേസെടുത്തിട്ടുണ്ടെന്നും ചെന്നിത്തല പ്രതികരിച്ചു. സണ്ണി എം കബിക്കാട് ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു ശബരിമല അയ്യപ്പ സ്വാമിയുമായി ബന്ധപ്പെട്ട്. നിലവിൽ കേസെടുത്തില്ല എന്നൊരു വലിയൊരു ആരോപണം ഉയരുകയും ചെയ്യുന്നു. കേസെടുത്തിട്ടുണ്ടല്ലോ ബന്ധപ്പെട്ട്. അതേസമയം സണ്ണി എം കബിക്കാടിന്റെ വിവാദ പരാമർശത്തിൽ വിമർശനവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദൈവങ്ങളെ ഒരിക്കലും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി എം കബിക്കാടിന് കോൺഗ്രസ് സീറ്റ് നൽകിയില്ല എന്ന ആരോപണത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. UDF നിർത്തിയ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട് എന്നും കെ മുരളീധരൻ പറഞ്ഞു. ദൈവങ്ങളെ ഒരിക്കലും മോശമായിട്ട് ആരും ചിത്രീകരിക്കരുത്. ദൈവവിശ്വാസികളാണ് സമൂഹത്തിൽ കൂടുതൽ. അവരുടെ വികാരങ്ങളെ എല്ലാവരും മാനിക്കും. അല്ല, അത് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അവിടെ നിർത്തിയ കോൺഗ്രസിൻ്റെ മിടുക്കനായിട്ടുള്ള സ്ഥാനാർത്ഥി ജയിച്ചു വന്നു. ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം ദളിതർക്ക് നൽകാത്തതിൽ വിമർശനവുമായി കൊടിക്കുന്നിൽ സുരേഷ് MP. 5 ദേവസ്വം ബോർഡുകൾ ഉള്ളതിൽ മരുന്നിനു പോലും ഒരാളില്ലെന്നും ഒരു ടേമെങ്കിലും നൽകിക്കൂടെയെന്നും കൊടിക്കുന്നിൽ സുരേഷ് ചോദിച്ചു. അയ്യങ്കാളി അനുസ്മരണ ചടങ്ങിൽ ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ 5 ദേവസ്വം ബോർഡുകൾ നമുക്കുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ, കൂടൽമാണിക്യം, അവിടെയെല്ലാം മരുന്നിന് ഒരാളെ ആണ് ദേവസ്വം ബോർഡ് വെക്കുക. എന്തുകൊണ്ട് ഈ 5 ദേവസ്വം ബോർഡുകളിൽ ഒരു ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം ഒരു പട്ടികജാതിക്കാരന് കൊടുത്തുകൂടാ? ഒരു ടൈമെങ്കിലും കൊടുക്കണ്ടേ? അത് ഞങ്ങളുടെ അവകാശമല്ലേ? അതേസമയം കൊടിക്കുന്നിൽ സുരേഷിന്റെ വിമർശനത്തിന് മറുപടിയുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തി. ഭരണസമിതികളുടെ കാലാവധി തീരാൻ സമയമുണ്ട്. അതിനുശേഷം കൊടിക്കുന്നിൽ സുരേഷിന്റെ ആവശ്യം പരിഗണിക്കാമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇനി ഒരു കൊല്ലത്തേക്ക് ഇപ്പോഴത്തെ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് തന്നെ കണ്ടിന്യൂ. അതിനിടയ്ക്ക് നമുക്ക് ആലോചിക്കാൻ സമയമുണ്ട്. അല്ല, പിന്നെ അതൊരു സീനിയർ നേതാവ് കൂടിയാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനെ അങ്ങനെ തള്ളാൻ ഗവൺമെന്റിന് കഴിയില്ല. അതായത് നമുക്ക് ആലോചിക്കാം. ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഇപ്പോഴത്തെ എല്ലാ ചെയർമാൻമാരും സ്റ്റാറ്റ്യൂട്ടറി ഇതനുസരിച്ച് ഒരു കൊല്ലത്തിൽ കൊച്ചി ദിവസം മാത്രമാണ് 8 മാസമുള്ളത്. ബാക്കിയെല്ലാം ഒരു കൊല്ലത്തിൽ മേലെയുണ്ട്. കൊടിക്കുന്നിലിൻ്റെ ഒരു കാര്യം ഞാൻ തള്ളിക്കളയാറില്ലല്ലോ. തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രസംഗങ്ങളിൽ ഒരിടത്തും എയിംസ് എന്ന് താൻ ഉച്ചരിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. താൻ നടത്തിയ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. തൃശൂരിൽ എയിംസ് വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് താനെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിൽ പാറമേക്കാവ് ദേവസ്വം കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേഷ് ഗോപി. എയിംസിനെ സംബന്ധിച്ച് ഒരു ഇലക്ഷൻ പ്രചരണത്തിലും അങ്ങനെ ഒരു വാക്കേ ഉച്ചരിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാ പ്രസംഗങ്ങളും എടുത്തു നോക്കാം. എയിംസ് അതിനുശേഷം മാത്രമാണ് തൃശ്ശൂർ യോഗ്യമാണെന്ന് പറയുന്നത്. ആ പറയുന്ന സമൂഹത്തിൻ്റെ കൂടെ ഞാനുമുണ്ട്. അതിനും കേരള സർക്കാർ വിചാരിച്ചാൽ മാത്രമേ അത് തൃശ്ശൂർ വരൂ. അതിന് വേണ്ടുന്ന സ്ഥലം ഇന്നും ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് മറ്റത്തൂർ പഞ്ചായത്തിൽ ഏതാണ്ട് 400 ഏക്കർ കിടപ്പുണ്ട്. ലീസ് പീരിയഡ്. ഇടുക്കി പീരുമേട്ടിലെ ബദേൽ പ്ലാന്റേഷൻ ഉടമസ്ഥതയിലുള്ള 3 തേയിലത്തോട്ടങ്ങൾ ഇന്റൽ പ്ലാന്റേഷന് വിറ്റെങ്കിലും തൊഴിലാളികൾക്കും വിരമിച്ചവർക്കും ആനുകൂല്യങ്ങൾ നൽകിയില്ലെന്ന് പരാതി. തോട്ടം കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ തൊഴിലാളികളുമായി ഉണ്ടാക്കിയ കരാർ തോട്ടം ഉടമകൾ ലംഘിക്കുകയാണെന്നാണ് പരാതി. പീരുമേട്ടിലെ ബദേൽ പ്ലാന്റേഷന്റെ തേയിലത്തോട്ടം കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ജൂൺ 7-നാണ് ഡെപ്യൂട്ടി ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ തൊഴിലാളികൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് കരാർ ഒപ്പിട്ടത്. ജൂൺ 30 വരെയുള്ള ശമ്പള കുടിശ്ശിക, ശമ്പളത്തിൽ നിന്ന് പിടിച്ച സൊസൈറ്റി ലോൺ തിരിച്ചടവുകൾ, ലീവ് കാശ്, കമ്പിളിക്കാശ്,
മറ്റ് കുടിശ്ശികകൾ എന്നിവ ജൂലൈ 30-നകം ബദേൽ പ്ലാന്റേഷൻ നൽകണമെന്നായിരുന്നു കരാർ. എന്നാൽ നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കാൻ കമ്പനി തയ്യാറായിട്ടില്ല. 212 തൊഴിലാളികൾക്കാണ് ബദേൽ പ്ലാന്റേഷൻ ആനുകൂല്യങ്ങൾ നൽകാനുള്ളത്. ഈ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും റിട്ടയർമെൻ്റ് ആയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റിയും നൽകാൻ ബന്ധപ്പെട്ട കമ്പനികൾ തയ്യാറാകുന്നില്ല. നിലവിൽ ഇത് തൊഴിലാളികൾക്ക് എതിരായിട്ട് നടത്തുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ലേബർ ഓഫീസ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ ഇതിനകത്ത് ഒരു തീരുമാനവും അല്ലെങ്കിൽ ഈ കരാർ ലംഘനത്തിനെതിരായി ഒരു മറുപടിയും പറയാൻ സാധിക്കുന്നില്ല. തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാമെന്ന ഉറപ്പിലാണ് എസ്റ്റേറ്റ് കൈമാറ്റ നടപടികൾ പൂർത്തിയാക്കിയത്. തൊഴിലാളികൾക്കും വിരമിച്ചവർക്കും ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് സമരം ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് തൊഴിലാളി സംഘടനകൾ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഓണസമൃദ്ധി കർഷക ചന്ത വൻ വിജയമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സമ്പൂർണ്ണമായും ഡിജിറ്റലായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 14,25 ലക്ഷം രൂപയുടെ വിപണി മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിച്ചു. കൃത്രിമ വിലക്കയറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം തടയുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം സമൃദ്ധി ഓണച്ചന്തകൾ വിജയകരമായി നടത്തുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്തു. കർഷകരെയും ഉപഭോക്താക്കളെയും പരസ്പരം കൃത്യതയോടുകൂടി ഇണക്കിച്ചേർക്കാനും കർഷകർക്ക് മികച്ച വിപണനം സാധ്യമാക്കാനും അതോടൊപ്പം തന്നെ ടോട്ടൽ ഡിജിറ്റൽ വിപണനം നടത്താനും ഇത്തവണത്തെ ഓണസമൃദ്ധി കർഷക ചന്തകളിലൂടെ സാധിക്കുകയുണ്ടായി. സമ്പൂർണ്ണമായും ഡിജിറ്റലായിരുന്നു എന്നുള്ളത് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരക്രമമായി ലീഗ് മത്സരങ്ങൾ സെപ്റ്റംബർ 8 മുതൽ ആരംഭിക്കും. നിലവിലെ ചാമ്പ്യന്മാരായ PSG-ക്ക് ബാഴ്സലോണ, ആസ്റ്റൺ വില്ല, മാഞ്ചസ്റ്റർ സിറ്റി എന്നിവരാണ് എതിരാളികൾ. പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ആഴ്സണൽ റയൽ മാഡ്രിഡിനെയും ബറൂസിയ ഡോട്ട്മുണ്ടിനെയും നേരിടും. ആവേശം കൂട്ടാൻ മാഞ്ചസ്റ്റർ സിറ്റി ബാഴ്സ മത്സരവുമുണ്ട്. 36 ടീമുകൾ ഉൾപ്പെടുന്ന ഒറ്റ ലീഗിൽ ഓരോ ടീമിലും 8 വ്യത്യസ്ത ടീമുകൾക്കെതിരെ 4 മത്സരങ്ങൾ സ്വന്തം തട്ടകത്തിലും 4 മത്സരങ്ങൾ എവേ മത്സരങ്ങളായും കളിക്കും. ലീഗ് ഘട്ടത്തിൽ ആദ്യ 8 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് 16 യോഗ്യത നേടും. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.